ലോങ് റൺ ഫിലിപ്സ് കർവ്. ഓക്കെ, സോ നമ്മൾ മോണിറ്ററിസ്റ്റ് ഫിലിപ്സ് കർവിലേക്ക് നോക്കുക. നമ്മൾ മോണിറ്ററിസ്റ്റ് ഫിലിപ്സ് കർവിന് എക്സ്പെക്റ്റേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ് എന്നാണ് വിളിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ഓക്കെ, മോണിറ്ററിസ്റ്റ് ഫിലിപ്സ് കർവിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, അതിന് നമ്മൾ ഫെൽപ്സ് ഫ്രീഡ്മാൻ അപ്രോച്ച് എന്നാണ് പറയുന്നത്. അവർ എക്സ്പെക്റ്റേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ് ഡിറൈവ് ചെയ്യുകയും മോണിറ്ററി പോളിസിക്കും ഫിസിക്കൽ പോളിസിക്കും ലിമിറ്റേഷൻസ്, എസ്പെഷ്യലി മോണിറ്ററി പോളിസിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ, എങ്ങനെ കുറയ്ക്കാൻ? ഇൻഫ്ലേഷൻ കൂട്ടി അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ മോണിറ്ററി പോളിസിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താ? ആളുകൾ വളരെ പെട്ടെന്ന് എക്സ്പെക്റ്റേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യും അതാണ് ഇവരുടെ തിയറി ഒരു കണ്ടൻറ്റ്. ഓക്കെ, അപ്പം ആളുകൾക്ക് സ്ട്രോങ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഇൻഫ്ലേഷനെക്കുറിച്ച്, അങ്ങനെയുള്ള വേറെ കാര്യങ്ങൾ നമ്മൾ നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ലോങ് റൺ ഫിലിപ്സ് കർവ് ഡിറൈവ് ചെയ്തു. അവരുടെ ലോങ് റൺ ഫിലിപ്സ് കർവ് ഉണ്ട് വെർട്ടിക്കൽ ഷേപ്പിലിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ച ഫിലിപ്സ് കർവ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഒരു സെക്കൻഡ്, താഴോട്ട് പോകുന്നില്ല. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ലോജിക്കൊക്കെ നമ്മളിങ്ങനെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ എക്സ്പെക്റ്റേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഇതുണ്ടോ? ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോയി, അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് പോയി. അപ്പം ഒരു കാരണവശാൽ ട്രേഡ് ഓഫ് ഭംഗിയായിട്ട് ലോങ് റണ്ണിൽ വർക്ക് ചെയ്യില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ കാണും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദി ടോപ്പിക്, നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻസ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് ഫിലിപ്സ് കർവ് എന്നൊക്കെ നമ്മൾ കണ്ടു. ആ ബേസിക് ഇൻപുട്ട് വെച്ച് നമുക്ക് ഈ തിയറി വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒരു സെക്കൻഡ്. ഓക്കെ, Friedman Phelps expectations augmented Phillips curve, or we can say they have detected a long run Phillips curve. Eminent monetarists Friedman and Phelps proposed their version of Phillips curve, arguing that people have strong inflation expectations. എന്താണ് സ്ട്രോങ് ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ? സോ ദിസ് ഈസ് ദ angle from which you have to analyze the Phillips curve. People have expectations about inflation. They will adjust their activities in accordance with the current inflation. Okay, and this will neutralize the effort of the central banks to bring down unemployment through rising inflation. ഇതാണല്ലോ അതിൻ്റെ ഒരു സംഭവം. ഇൻഫ്ലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാമെന്നുള്ള പ്രതീക്ഷ വേണ്ട. കാരണം ആളുകൾ ഇൻഫ്ലേഷൻ എത്രയാണോ അതിനനുസരിച്ച് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യും. Their approach of expectation of the Phillips curve to explain why there will be long run natural rate of unemployment. They introduce expression of Phillips. Following points are important about monetarist Phillips curve. Monetarist Phillips curve താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന്, the monetarist advocated expectation augmented Phillips curve. അവരുടെ expectation augmented Phillips. They said that the trade-off between inflation and unemployment may work in the short run, but not in the long run. ഇപ്പോൾ ഷോർട്ട് റണ്ണിൽ സംഭവം ശരിയായിരിക്കും, പക്ഷേ ലോങ് റണ്ണിൽ ഒരു കാരണവശാൽ ഈ ട്രേഡ് ഓഫ് വർക്ക് ചെയ്യില്ല. ഇൻ ദി ലോങ് റൺ ദർ വിൽ ബി എ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് വിച്ച് വിൽ ബ്രിങ് എ ലോങ് റൺ വെർട്ടിക്കൽ ഫിലിപ്സ് കർവ്. അപ്പോൾ ലോങ് റണ്ണിൽ എന്ത് ചെയ്യും? ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് കാണും. ഓക്കെ, വിച്ച് വിൽ ബ്രിങ് ലോങ് റൺ വെർട്ടിക്കൽ ഫിലിപ്സ് കർവ്. അപ്പോൾ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് കാരണം എത്രമാത്രം മാറിയാലും നമ്മൾ കണ്ട ഡയഗ്രം തന്നെ കേട്ടോ, തിരിച്ചത് ഈ നാച്ചുറൽ റേറ്റിലേക്ക് വരും. ഇൻ 68 നോവൽ പ്രൈസ് വിന്നിങ് ഇക്കോണമിസ് ആൻഡ് ദി ചീഫ് പ്രൊപ്പണൻ്റ് ഓഫ് മോണിറ്ററിസ്റ്റിൻ്റെ പിതാവ് മോണിറ്ററിസ്റ്റ് ഗാന്ധി എന്ന് പറയുന്ന മിൽട്ടൺ ഫ്രീഡ്മാൻ published paper titled The Role of Monetary Policy. In this paper, Friedman claimed that in the long run, monetary policy could not lower unemployment by raising inflation. Friedman's claim was heavily influenced by classical macroeconomic theory. അത് നമ്മൾ നോക്കണ്ട, നിങ്ങൾ വായിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടാവുന്നുള്ളൂ. Then, ഇനി നമ്മൾ അനദർ നോബൽ പ്രൈസ് ഇക്കോണമിസ്റ്റ് എഡ്മണ്ട് ഫെൽപ്സ് published an article called Macroeconomic Foundations of Inflation Theory, which denied the existence of any long run trade off between inflation and unemployment. ലോങ് റണ്ണിൽ ഒരു കാരണവശാലും ഈ ട്രേഡ് ഓഫ് ഇല്ല എന്നാണ് ഫെൽപ്സും പറഞ്ഞു. അപ്പോൾ ഇതായിരിക്കും ലോങ് റൺ ഫിലിപ്സ് കർവ് ആരുടെ? മോണിറ്ററിസ്റ്റിൻ്റെ. സോ ഇറ്റ് വിൽ ഹാവ് എ വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ ഇംപ്ലൈങ് ദാറ്റ് ദർ ഇസ് എ നാച്ചുറൽ റേറ്റ് ഓഫ് unemployment, and whatever may be the inflation rate that the government would like to introduce may work in the short run but will not work in the long run. The economy will come back to the natural rate of unemployment. Okay, the Friedman-Phillips curve is said to represent the long run relation between inflation rate and unemployment in the economy. The Friedman-Phillips curve is vertical and settles as what is known as the natural rate of unemployment. ഇവിടെയാണ് natural rate of unemployment. Okay, both Friedman and Phelps argued that the downward sloping Phillips curve holds only in the short run. Doesn't remain stable. ഒരിക്കലും സ്റ്റേബിൾ അല്ല. നമ്മൾ വരയ്ക്കുക, ഇവിടുന്ന് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, പിന്നെ തിരിച്ചിങ്ങോട്ട് വരും, പിന്നെ അതുപോലെ ഇങ്ങോട്ട് പോകും, തിരിച്ചിങ്ങോട്ട് വരും. സ്റ്റേബിൾ അല്ല,
ഷോർട്ട് റൺ പോൾ. ഓക്കെ, ദെൻ ദ കോൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഒരു സെക്കൻഡ്, ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. The concept of natural rate of unemployment. The natural rate of unemployment refers to the unemployment rate towards which the economy moves in the long term. അപ്പോൾ ലോങ് റണ്ണിൽ അല്ലെങ്കിൽ ലോങ് ടൈമിൽ ഇക്കോണമി സെറ്റിൽ ചെയ്യുന്ന ഒരു ഇക്വിലിബ്രേറ്റിംഗ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇസ് എ ഡൈനാമിക് ആൻഡ് പോസിറ്റീവ്. ദസ് ഇറ്റ് ചേഞ്ചസ് വിത്ത് ടൈം. ചിലപ്പോൾ അത് ചേഞ്ച് ചെയ്യുമായിരിക്കും. ഒരു പക്ഷേ ഇതാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിൽ ഗവൺമെൻറ് പല പോളിസികളിലും ഇക്കോണമികളുടെ മാറ്റം കൊണ്ട് ഇതിങ്ങോട്ട് വരുമായിരിക്കും. 6% 3% വരുമായിരിക്കും. അപ്പോൾ ഫോർ ദ ടൈം ബീങ് 6% ആണ്. ദസ് ഇറ്റ് ചേഞ്ചസ്. ഇൻ അഡീഷൻ ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് മേ നോട്ട് ബി ദ സോഷ്യലി ഒപ്റ്റിമൽ ലെവൽ. നമുക്കെല്ലാം ആഗ്രഹമുണ്ട് എന്ത് ഇൻഫ്ലേഷൻ 3% കുറയ്ക്കണം, പക്ഷേ നമ്മളിവിടെ 6%. അതുകൊണ്ട് സൊസൈറ്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റേറ്റും അതാകണം നിർബന്ധമില്ല. ടേണിംഗ് the focus to expectations. Friedman on Phillips Carr. Several economists continue to emphasize limitation on the ability of rising inflation to bring down unemployment in a sustained way. ഒരു കാരണവശാലും ഇൻഫ്ലേഷൻ കുറച്ചൊന്നും കൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് കുറയൂല, അത് പ്രായോഗികമായിട്ട് നടക്കുകയില്ല എന്ന് ഫിലിപ്സ് കാറിൻ്റെ ഒരു ക്രിറ്റിസിസം. ഫിലിപ്സ് കാർ 1958 വന്നെങ്കിൽ ഒരു പിന്നീട് വന്ന എല്ലാ കാലങ്ങൾക്കും പ്രത്യേകിച്ച് 1970 തൊട്ട് സ്റ്റാഫ്ലേഷൻ്റെ അതുപോലെ മറ്റു ഫിലിപ്സ് കാറുകളെല്ലാം പറഞ്ഞ് ഈ ഫിലിപ്സ് കാർ പറയുന്ന പോലെ ഒന്നും ഇൻഫ്ലേഷൻ കുറഞ്ഞുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റില്ല. പല ക്രിറ്റിസിസവും എന്തുകൊണ്ട് പറ്റിയാലെന്നുള്ള ചോദ്യങ്ങളാണ് പിന്നെ കാണുന്നത്, അല്ലെങ്കിൽ അന്വേഷണങ്ങളാണ്. പിന്നെ ദ ലീഡിംഗ് പ്രൊപ്പണൻ്റ് ഓഫ് ദിസ് വ്യൂ വാസ് മിൽട്ടൺ ഫ്രം ഹൂസ് നോവൽ പ്രൈസ് അവാർഡ് വുഡ് സൈറ്റീസ് ഫിലിപ്സ് കാർ വർക്ക്. According to Friedman, attempts to use expansionary monetary policy to keep unemployment percentage below what he referred to as natural rate would inevitably come to the cost of successfully higher inflation. നമ്മൾ കണ്ട അതേ സംഭവം നമ്മൾ ഡയഗ്രം ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മൾ തൊട്ടടുത്തൊരു ഡയഗ്രം ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രം. അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താണ് ലോങ് റൺ ഫിലിപ്സ് കർവ്. അപ്പോൾ എന്തൊക്കെ ഇൻഫ്ലേഷൻ കൂട്ടിയാലും ഇങ്ങോട്ട് ഇൻഫ്ലേഷൻ കൂട്ടുക, ഇക്കോണമി തിരിച്ച് പഴയ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിലേക്ക് വരും. ഇങ്ങോട്ട് പിന്നെ ഇൻഫ്ലേഷൻ കൂട്ടുക, തിരിച്ച് ഇങ്ങോട്ട് വരും. നമ്മൾ കണ്ട പഴയ ഡയഗ്രത്തിൽ അല്ലേ. അപ്പോൾ ആകെപ്പാടെ നടക്കുന്നുണ്ടാ, ഇൻഫ്ലേഷൻ കൂടി, എയിൽ നിന്ന് ബിയിൽ നിന്ന് സിയിലേക്ക് വരുമ്പോൾ എന്ത് ഇൻഫ്ലേഷൻ കൂടി അല്ലേ. അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞോ? ഇല്ല, അതുപോലെ നിൽക്കുക. ഇന്നോവേറ്റീവ്ലി കംസ് അറ്റ് കോസ്റ്റ് ഓഫ് സക്സസ്ഫുള്ളി ഹയർ ഇൻഫ്ലേഷൻ. കീ ടു ഹിസ് ആർഗ്യുമെൻറ്റ് വാസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് ഇവിടെയാണ് നമ്മുടെ സംഭവം ഇരിക്കുന്നത്. ആളുകൾ ഒരു പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട്. അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ വരുവാണെങ്കിൽ ഓക്കെ, സംഭവം ആളുകൾ എന്ത് ചെയ്യും, അവർ പ്രതീക്ഷിക്കില്ല, അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. ആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ അനുസരിച്ച് 2% ആളുകൾ പ്രതീക്ഷിക്കും, 2% കൊണ്ട് ഗവൺമെൻറ് ഇൻഫ്ലേഷൻ കൊണ്ടുവാണെങ്കിൽ ഇക്കോണമിയിലൊന്നും നടക്കില്ലെന്നാണ് ഇവർ പറയുന്നത്. ദി ഷോർട്ട് റൺ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ഓഫ് ദി പീപ്പിൾ. ലോങ് റണ്ണിൽ ഈ എക്സ്പെക്ടേഷൻ വർക്കൗട്ട് ചെയ്യാം. ഷോർട്ട് റണ്ണിൽ എക്സ്പെക്ടേഷൻ കാരണം എന്ത് ചെയ്യും, എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ കൂടി, ഇൻഫ്ലേഷൻ കാരണം ആളുകൾ കുറച്ച് ഇൻഫ്ലേഷൻ ആളുകൾ പ്രതീക്ഷിച്ച് അതുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്ന ഇവർ പറയുന്നത്. ഈ പീപ്പിൾ ജനറലി എക്സ്പെക്റ്റഡ് പ്രൈസ് സ്റ്റെബിലിറ്റി, സീറോ ഇൻഫ്ലേഷൻ. Then monetary policy that brought about inflation 3% would stimulate the economy, raising output growth and reducing unemployment. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടൻറ്റ്. ആളുകൾ പ്രതീക്ഷിക്കുക ഇൻഫ്ലേഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇക്കോണമി സൂപ്പറായിട്ട് സീറോ ഇൻഫ്ലേഷൻ വരിക, അന്നേരം ഗവൺമെൻറ് 3% പണപ്പെരുപ്പം വരുത്തുക, ഇൻഫ്ലേഷൻ വരുത്തുക. അന്നേരം എന്ത് സംഭവിക്കും, ഔട്ട്പുട്ട് സാധനങ്ങളുടെ വില കൂടും, ഔട്ട്പുട്ട് കൂടും, പ്രൊഡക്ഷൻ കൂടും, എംപ്ലോയ്മെൻറ്റ് കൂടും, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. ബട്ട് സപ്പോസ് ദി ഇക്കോണമി ഹാഡ് ബീൻ എക്സ്പീരിയൻസിങ് ഹയർ ഇൻഫ്ലേഷൻ 5% ഫോർ സം ടൈം ആൻഡ് ദി പീപ്പിൾ ഹാഡ് കം ടു എക്സ്പെക്ട് ദാറ്റ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് to continue, then a policy that brought about 3% inflation would actually slow the economy, making unemployment tend to rise. അപ്പം എന്ത് സംഭവിക്കും, 5% ഇൻഫ്ലേഷൻ ആയിരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാം, ഇൻഫ്ലേഷൻ പെട്ടെന്ന് ഇങ്ങനെ 3% കുറഞ്ഞാൽ പിന്നെയും കാര്യങ്ങൾ മോശം, അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടും എന്നാണ് പറയുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ, നൗ വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ് നമ്മൾ കാണുക. ഈ ഫിലിപ്സ് കർവിൽ നമ്മൾ നേരത്തെ കാണുന്ന പോലെ ഇൻഫ്ലേഷൻ ഇത്രയാണ് ഇൻഫ്ലേഷൻ, എന്ത് സംഭവിച്ചു, ഗവൺമെൻറ് ഇങ്ങോട്ട് ഇൻഫ്ലേഷൻ കൂട്ടി 3%. അപ്പം പിന്നീട് ആളുകൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ പുതിയൊരു ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ കാരണം ആളുകൾ അൺആൻറ്റിസിപ്പേറ്റ് ചെയ്തു. ഇത്രയും ഇൻഫ്ലേഷൻ ആളുകൾ പ്രതീക്ഷിച്ചു, പക്ഷേ 3% ഇൻഫ്ലേഷൻ ഗവൺമെൻറ് കൊണ്ടുവന്നു. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഇങ്ങോട്ട് കുറഞ്ഞു, ശരിയല്ലേ. 5%-ൽ നിന്ന് എങ്ങോട്ട് കുറഞ്ഞു, 3%-ലേക്ക് കുറഞ്ഞു. പിന്നെ എന്നാ സംഭവിക്കുന്നത് അറിയാം, ആളുകൾക്ക് മനസ്സിലായി 5% അല്ലെങ്കിൽ 3% ഇൻഫ്ലേഷൻ സ്ഥിരമാണെന്ന് മനസ്സിലായി. ഉടനെ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വേജ് റേറ്റ് കൂടി, അന്നേരം എന്ത് ചെയ്തു, അൺഎംപ്ലോയ്മെൻറ്റ് പിന്നെയും പഴയ 5% വരും. അപ്പോൾ ഇങ്ങനെ ഒരു വരച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ഒരു വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ലോങ് റൺ ഫിലിപ്സ് കർവ് കിട്ടും അല്ലേ. ലോങ് റൺ ഫിലിപ്സ് കർവ് കിട്ടും, മനസ്സിലായല്ലോ. ഇതാണ് അതിൻ്റെ ആ ഒരു എന്താണ് എക്സ്പെക്റ്റേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക്സ്. ഓക്കെ, ദെൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ബൈ എംഫസൈസിങ് ദി പബ്ലിക് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ. ഫ്രീഡ്മാൻ അനാലിസിസ് ഡ്രൂ എ ലിങ്ക് ദാറ്റ് വാസ് ലാർജ്ലി ആബ്സെൻറ്റ് ഇൻ
earlier Phillips Carr analysis. Specifically, his argument was that not only his monetary policy primarily responds to determining the rate of inflation that will be but it also ultimately determines the location of the entire Phillips Carr ഉണ്ട്. മോണിറ്ററി പോളിസി കാരണം ഫിലിപ്സ് കാർ അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തു. ശരിയല്ലേ, ഇങ്ങോട്ട് മാറേണ്ടി വന്നു. ഈ അൾട്ടിമേറ്റ്ലി ഈ പോയിന്റ് ചെയ്യുന്ന ബിയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിച്ചത്? ഇൻഫ്ലേഷൻ കൂടിയതേ ഉള്ളൂ. അൺഎംപ്ലോയ്മെൻറ്റ് എന്തെങ്കിലും മാറ്റം വന്നു? ഇല്ല. മോണിറ്ററി പോളിസി കാരണം അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ആളുകളുടെ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ നമ്മൾ മൈൻഡ് ചെയ്യണ കാരണം ഹി ആർഗ്യൂഡ് ദാറ്റ് ദി ഇക്കോണമി വുഡ് ബി അറ്റ് ദി നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദി ആബ്സെൻസ് ഓഫ് അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ. അപ്പോൾ അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ വന്നില്ല. അൺആൻറ്റിസിപ്പേഷൻ ആളുകൾ പ്രതീക്ഷിക്കാത്തൊരു ഇൻഫ്ലേഷൻ 1 3 പോയി. അല്ലെങ്കിൽ ഇക്കോണമി നാച്ചുറൽ റേറ്റ് തന്നെയായിരിക്കും ഷോർട്ട് റണ്ണിൽ. ഉണ്ടോ? അൺആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു. അത് 3 ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് 3 പോയി. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു. ഇതിനാണ് അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ. അതല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. Then Friedman's argument involved the idea of natural rate of unemployment. This natural rate was something that was determined by the structure of the economy. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട എന്താണ് എന്തുകൊണ്ടാണ് ഇക്കോണമി ഇങ്ങനെ 3.6 അതിന് 9 മേലായിരുന്നോ 3 മേലായിരുന്നോ ലോങ് റണ്ണിൽ? അതിൻ്റെ കാരണം നമ്മുടെ ഇക്കോണമിയിൽ ഒരു ജോബ് സിറ്റുവേഷൻ ഉണ്ട്. ഇക്കോണമി ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അവിടെ ഇത്ര ഇൻഡസ്ട്രിയലൈസേഷൻ, ഇത്ര എംപ്ലോയ്മെൻറ്റ് പ്രോസ്പെക്ട്സ്, ആളുകളുടെ കഴിവ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിലോ നമ്മുടെ 6%, നമ്മളിപ്പം 12% ഇന്ത്യയിലൊക്കെ ഭയങ്കര അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലായിരിക്കും. സ്ഥിരം ഇതങ്ങനെ. നമ്മൾ വേറെ രാജ്യം നോക്കുക, ഒരു മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നോക്കുന്ന വേറെ രാജ്യങ്ങൾ, ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ 6 അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ 3 അല്ലേ? നമ്മളതുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ നോക്കും. ആദ്യം ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിളിന് പറഞ്ഞല്ലോ കേട്ടോ. അപ്പോൾ ഈ നാച്ചുറൽ റേറ്റ് ഓരോ സിറ്റുവേഷനിലും മാറും എന്നാണ് പറയുന്നത്. ഓക്കെ. ദ നാച്ചുറൽ റേറ്റ് സംതിങ് വാസ് ഡിറ്റർമൈൻഡ് ബൈ ദി സ്ട്രക്ചർ ഓഫ് ദി ഇക്കോണമി, ഇറ്റ്സ് റേറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് അതർ റിയൽ ഫാക്ടേഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മോണിറ്ററി പോളിസി. ഇതിങ്ങനെ എവിടെയാണ് തീരുമാനിക്കുന്ന മോണിറ്ററി പോളിസി എന്നല്ല. ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. വൈൽ ദിസ് നാച്ചുറൽ റേറ്റ് മൈറ്റ് ചേഞ്ച് ഓവർ ടൈം. 20 വർഷമാകുമ്പോൾ 10-15 വർഷമാകുമ്പോൾ നമ്മുടെ ഇക്കോണമി ഇഷ്ടംപോലെ തൊഴിലവസരം വരുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിങ്ങോട്ട് അറിയോട്ട് വരും. കുറേ കൂടെ കഴിയുമ്പോൾ 3-4 തലമുറ കഴിയുമ്പോൾ അവർ ഭയങ്കര ഭാഗ്യമുള്ളവരായിരിക്കും. അൺഎംപ്ലോയ്മെൻറ്റ് പിന്നെയും കുറയും. നമ്മുടെ സ്ട്രക്ചറിൽ മാറ്റം വന്ന് 3% വരുമായിരിക്കും നാച്ചുറൽ റേറ്റ്. അറ്റ് എനി പോയിന്റ് അൺഎംപ്ലോയ്മെൻറ്റ് ബിലോ ദി നാച്ചുറൽ റേറ്റ് കുഡ് only be achieved by policies that created inflation in excess of what anticipated people. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ പറഞ്ഞല്ലോ, തൽക്കാലത്തേക്ക് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞല്ലോ. തൽക്കാലത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും അൺഎംപ്ലോയ്മെൻറ്റിനെ. പക്ഷേ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലേഷൻ കൊണ്ട് പറ്റും ഷോർട്ട് റണ്ണിൽ. ബട്ട് ഇഫ് ഇൻഫ്ലേഷൻ റിമെയിൻ ദി എലവേറ്റഡ് ലെവൽ, പീപ്പിൾ വിൽ കം ടു എക്സ്പെക്ട് ഹയർ ഇൻഫ്ലേഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റിമുലേറ്റീവ് എഫക്റ്റ് വുഡ് ബി ലോസ്റ്റ്. അപ്പോൾ ആളുകൾ ലോങ് റണ്ണിൽ എന്ത് ചെയ്യും? കൂടിയ ഇൻഫ്ലേഷൻ പ്രതീക്ഷിക്കാണ്ട് സ്റ്റിമുലേറ്റീവ് എഫക്റ്റ് ഒന്നും കാണും. അൺഎംപ്ലോയ്മെൻറ്റ് will move it towards its natural rate. That is, the Phillips Carr would shift up to its right as shown in figure 3. ഞാൻ 3 ഫിഗർ ഇവിടെ ഉണ്ടായിരുന്നത് ഇടാൻ മറന്നുപോയി. ആ ഫിഗർ നമ്മൾ കഴിഞ്ഞ ഇതാണ്ട് ഇറങ്ങും. അപ്പോൾ ഇതാണ് സംഭവം. കണ്ടോ, പുതിയൊരു ഫിലിപ്സ് കാർ വന്നു. ആ പുതിയ ഫിലിപ്സ് കാറിൻ്റെ വന്നതിൻ്റെ കാര്യം നമ്മളവിടെ കണ്ടത്. ഓക്കെ. ദാറ്റ് ഫിലിപ്സ് കാർ വുഡ് ഷിഫ്റ്റ് അപ്പ് ടു ഇറ്റ്സ് റൈറ്റ്. ഓക്കെ. ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് വേസ്റ്റ് ചെയ്തു കേട്ടോ. എനിക്ക് ഈ ബുക്ക് സാമുവൽസിൻ്റെ ബുക്കാണ്. സാമുവൽസിൻ്റെ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അകത്തെ ഇമേജ് അതുപോലെ ഞാൻ എടുത്തങ്ങ് ഇട്ടേക്കുന്നതാണ്. ഓക്കെ. The figure shows that hypothetical example in which the natural rate of unemployment is 5% and people initially expect inflation of 1%. ഓക്കെ, ശരിയല്ലേ? 5% ആളുകൾ 1% പ്രതീക്ഷിച്ച ഗവൺമെൻറ് 3% കൊടുത്തു. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു. പിന്നെ ജനങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ഈ 3% എപ്പോഴും ഉണ്ട്. അപ്പോൾ ആളുകൾ പിന്നെ തിരിച്ച് കൂടുതൽ വേജ് ഡിമാൻഡ് ചെയ്തു. അങ്ങനെ തിരിച്ച് 5%ലേക്ക് വന്നു. ഇതാണ് ആ ലോങ് റൺ ഫിലിപ്സ് കാർ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഫിലിപ്സ് കാർ ഉണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു കാർ ഇങ്ങനെ ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കും അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വരും. ഇങ്ങനെ വരും, ഇങ്ങോട്ട് തിരിച്ചിട്ട്. ഓക്കെ, ഇങ്ങനെ വരും, ഇവിടുന്ന് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെ അങ്ങ് ഒരു ലോങ് റൺ ഫിലിപ്സ് കാർ നമുക്ക് കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. ലോങ് റൺ ഫിലിപ്സ് കാർ, ലോങ് റൺ ഫിലിപ്സ് കാർ. ഓക്കെ, പോയ വഴിക്ക് അതും കൂടെ ഡിലീറ്റ് ചെയ്തേക്കാം. അപ്പോൾ ദ ഫ്രീഡ്മാൻ ആർഗ്യുമെൻറ്റ് ഇൻവോൾവ് ദ ഐഡിയ ഓഫ് നാച്ചുറൽ റേറ്റ് ഓഫ് അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. നാച്ചുറൽ റേറ്റ് അല്ലെങ്കിൽ ലോങ് റൺ ഫിലിപ്സ് കർവ് അല്ലെങ്കിൽ ലോങ് റൺ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഇതെല്ലാം ആളുകളുടെ എക്സ്പെക്റ്റേഷൻസിനെ ആശ്രയിച്ചിരിക്കുന്നു. സോ ദർ ഈസ് ആൻ എക്സ്പെക്റ്റേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ്. ഫെൽപ്സ് ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്.
There are three major analytical implications from the simple monetarist framework. The long-run Phillips curve is a vertical straight line because of the long-run equilibrium rate of unemployment determined by labor supply and demand, which is independent of the inflation level. Long-run equilibrium requires inflation expectations, are adjusted quickly. Natural unemployment consists of frictional and structural unemployment. അത് നമ്മൾ നോക്കണ്ട, ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. ആദ്യത്തെ പോയിന്റ് തന്നെ മോർ ദാൻ ഇനഫ് ആണ്. Though there is no long-run trade-off between inflation and unemployment, there can be short-run trade-off. അപ്പോൾ ഷോർട്ട് റണ്ണിൽ ട്രേഡ് ഓഫ് ഉണ്ട്, ലോങ് റണ്ണിൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. By stimulating nominal aggregate demand, policymakers can immediately lower unemployment because inflation expectations are initially predetermined by adaptive expectations. This causes movement along the initial short-run Phillips curve. However, thereafter, inflation expectations start to increase, causing economies to shift higher short-run Phillips curve. നമ്മളതെല്ലാം കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കൂടുതലായിട്ടൊന്നും വേണ്ടി. The third, though Friedman-Phelps model allows no permanent trade-off along a short-run Phillips curve, policy can still lower unemployment permanently if policymakers are willing to persistently accelerate inflation. In this event, policymakers keep accelerating nominal demand growth and staying one step ahead of workers expected. ആളുകൾ 3% പ്രതീക്ഷിച്ച് ഗവൺമെൻറ് 5% കൊടുത്തോണം. ആളുകൾ 5% പ്രതീക്ഷിച്ച് ഇൻഫ്ലേഷൻ, ഗവൺമെൻറ് 10% ഇൻഫ്ലേഷൻ കൊടുത്തോണം. അങ്ങനെ വേണമെങ്കിൽ ഷോർട്ട് റണ്ണിൽ എന്തുണ്ടാക്കാം, ഇൻഫ്ലേഷൻ കൂട്ടി അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാം. By accelerating nominal demand growth, policymakers can ensure that actual inflation always exceeds expected expectation. നമ്മൾ 1 പ്രതീക്ഷിച്ചു, ഗവൺമെൻറ് 3 വന്നു, അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു. നമ്മൾ 3 പ്രതീക്ഷിച്ച് ഗവൺമെൻറ് 5 വന്നു. ഈ പ്രോസസ് നമ്മളിവിടെ പറഞ്ഞാൽ ഓക്കെ. സോ ഇൻ ദാറ്റ് വേ the government can reduce unemployment by surpassing the expectations of the people. What expectation? Inflation expectations of the people. So government's inflation response is always higher than what we can say the inflation expectation level of the people. So the reasoning of Friedman and Phelps implied that it attempts to express systematically the Phillips curve to bring about lower unemployment would succeed only temporarily at best. തൽക്കാലം മാത്രമേ ഇൻഫ്ലേഷൻ കൂട്ടി അൺഎംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ പറ്റുള്ളൂ, ലോങ് റണ്ണിൽ ഒരിക്കലും പറ്റില്ല എന്ന കാര്യം അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ Friedman-Phelps എക്സ്പെക്റ്റേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഴയ നോട്ടിൽ കൊടുത്തേക്കുന്ന ഒരു ഡയഗ്രാം. ഏത് ഡയഗ്രാം? ഈ ഡയഗ്രാം. പോയിൻ്റ് എ ടു ബി ടു ദിസ് അപ്പം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നില്ലേ, ആ ഒരു ലോങ് റൺ ഫിലിപ്സ് കർവ്, അതുപോലെ തന്നെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് 1 2 3. അപ്പോൾ ആ ഡയഗ്രാം നമ്മളിവിടെ തിരിച്ചെന്നുകൊണ്ട് ഞാൻ ഇട്ട് തരാം, അല്ലെങ്കിൽ അത് മറന്നുപോകും. അപ്പോൾ അതും ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്തെ. ആ ഡയഗ്രാം കൂടെ ഞാൻ ഇട്ട് തരാം. ഓക്കെ, ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് ഡയഗ്രാം, പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ 4. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്, ഫ്രീഡ്മാൻ ആൻഡ് ഫെൽപ്സ്. ഞാൻ ക്ലോസ് ചെയ്തോട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എനി ഡൗട്ട്സ്? ഞാനിങ്ങനെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഓൺലൈൻ ക്ലാസ്സിനുള്ള ബുദ്ധിമുട്ട് ഇതാണല്ലോ. എന്താണ്, നമ്മളിങ്ങനെ ഒരാൾ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും.